തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച ഭഗവാനെ. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രത്തിൽ ഇതേവരെ കാണാത്ത അത്ഭുത സംഭവം നടന്നു. ശ്രീകോവിലിൽ പൂജാരി ഒറ്റയ്ക്കുള്ളപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു സർപ്പം പുറത്തു വന്നു. അതിനെ കണ്ട പൂജാരി പേടിച്ചു. ആ സർപ്പം അല്പസമയത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണനായി അവതരിച്ചു. താങ്കൾ പേടിക്കണ്ട, ഞാൻ കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ അവതരിച്ച് ധർമ്മം ചെയ്യുന്നവർക്ക് നന്മയും പാപം ചെയ്യുന്നവർക്ക് തിന്മയും കൊടുക്കും. ഇത് കണ്ടോ? ലവ് ലെറ്റർ നീ വായിച്ചു നോക്ക്. തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച. അറിയാനായി 200 പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് 14 ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് 14 ദിവസത്തിനകം ലോട്ടറി അടിച്ചു. താമ്പരത്തൊരു റിക്ഷാവണ്ടിക്കാരൻ ഇത് ചെയ്തു, സ്വർണ്ണനിധി കിട്ടി. ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു. കാരണം വ്യക്തമല്ല. എന്താടാ ഇത്? എനിക്കറിയില്ല, ഇന്ന് കാലത്ത് സ്റ്റേഷനിൽ വന്നതാ. എന്താ ചേട്ടാ ഇത്? നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണിക്കത്ത്. എന്താ മക്കളെ, നീ തിരുപ്പതി പോയോ? ലഡു കൊണ്ടുവന്നില്ലേ? അയ്യോ അമ്മേ, തിരുപ്പതിയിലൊന്നും പോയില്ല. തിരുപ്പതി ഭഗവാനെ കുറിച്ച് ഒരു കത്ത് വന്ന കാര്യം പറയായിരുന്നു. എന്താ 21 പേർക്ക് മറുപടി അയക്കാനുള്ള പരിപാടി ഉണ്ടോ? പിന്നെ എനിക്ക് വേറെ ജോലി. കളഞ്ഞെ. അയ്യോ അത് വേണ്ട. ഏതായാലും ദൈവത്തിന്റെ കാര്യം എഴുതിയ കത്തല്ലേ. പേടിയാണോ? എന്നാൽ എഴുതിക്കോ 21 പേർക്ക്. അവരും ഒരു 21 പേർക്ക് എഴുതട്ടെ. അങ്ങനെ രാജ്യം മുഴുവൻ ഊമക്കത്തോണ്ട് നിറയട്ടെ. ഒരു പോലീസുകാരൻ നാണമില്ലല്ലോടാ നിനക്ക്. ഏത് ദൈവമാടാ ഭീഷണിപ്പെടുത്തിയ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നേ? എന്നാലും കീറി കളയണ്ടായിരുന്നു. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവനറിയാം. ഇവനോട് ചോദിച്ചങ്ങ് എഴുതിയാൽ മതി. നിനക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ക്രമസമാധാന നില ക്ലീൻ. എന്നാൽ അമ്മയ്ക്ക് ആ കത്തൊക്കെ എഴുതി കൊടുക്കും. ഒരു പണിയാവട്ടെ. മനുഷ്യനെ വെറുതെ. ദൈവത്തിന്റെ കാര്യം അങ്ങനൊന്നും പറയരുത് മോളെ.